ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖാണ് ട്ടോ. ഞാൻ രാവിലെ തന്നെ പല്ല് തേക്കാണ്. ഇന്നൊരു 7 മണിയായപ്പോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ. ദാ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തേക്കുന്നൊന്നല്ലാണ്ട് ഞാൻ പല്ല് തേക്കാറുണ്ട് കേട്ടോ. നേരെ അത് കഴിഞ്ഞിട്ട് മുറ്റമടിക്കാൻ വേണ്ടി പോയിട്ടോ. വീട്ടിലെ മുറ്റമടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല വിശാലമായ മുറ്റമാണ്. കുറച്ച് പാടാണ് മുറ്റമടിക്കാൻ. പക്ഷെ നല്ല വൃത്തിയായി കിടന്നോളൂ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ മുറ്റമടിച്ച് കഴിയുമ്പോൾ. പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പോഴേ ഇങ്ങനെ വൃത്തിയായി കിടക്കുള്ളൂ കേട്ടോ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പെരും കാറ്റ് തുടങ്ങുകയാണ്. പിന്നെ നല്ല വീട്ടിമരമാണ് നമ്മളെ മുറ്റത്തുള്ളത്. അതൊന്ന് മൊത്തം ഇല പൊഴിയാൻ തുടങ്ങും ട്ടോ. പിന്നെ നമ്മളെ മുറ്റം അടിക്കാത്തത് പോലെ ഉണ്ടാവും. എന്ന് അടിച്ചിട്ടുണ്ടെങ്കിലും ഒരാഴ്ചയായിട്ട് അടിക്കാത്ത പോലെ മുറ്റം ഉണ്ടാവും ട്ടോ. അത്രയ്ക്ക് കുപ്പയായിരിക്കും ഉണ്ടാവുക. ദാ മേലത്തെ വീട്ടിലെ ചേച്ചിമാരൊക്കെ പണിക്ക് പോകുന്നുണ്ട് ട്ടോ. പോകുന്ന വഴിക്ക് തേജസും കുഞ്ഞാറ്റയും മുറ്റത്ത് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടിട്ട് വർത്താനം പറഞ്ഞിട്ടാണ് ട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും ജസ്റ്റ് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു ട്ടോ. അങ്ങനെ ഇതാ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തേജസിന് പ്രത്യേക ഒരു സന്തോഷമാണ് ട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റത്ത് നല്ല സൗകര്യമുണ്ട്. ഏത് നേരം മുറ്റത്ത് നടക്കാം. റോട്ടിൽ കൂടെ നടക്കാനും പറ്റും ട്ടോ. പോരാത്തതിന് കുറേ ആൾക്കാരെയും കാണാം ട്ടോ. റോട്ടിൽ കൂടെ പോകുന്നവരോടൊക്കെ വർത്താനം പറയാനും അവർക്ക് ടാറ്റ കൊടുക്കലൊക്കെയാണ് ട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പണി. പിന്നെ ഇതാ ഞാൻ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ പോരുന്നുണ്ട് ട്ടോ. എൻ്റെ നടുവിൻ്റെ ഊപ്പാടൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തുണി അലക്കണം. തുണി അലക്കലാണ് എനിക്ക് ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യം ട്ടോ. തുണി അലക്കൽ വലിയ സീനില്ല. പക്ഷെ തുണി വിരിച്ചിടല് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. തുണി വിരിച്ചിടുന്നത് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ട്ടോ. തുണി അലക്കൽ ഞാൻ എങ്ങനെയും അലക്കും. പക്ഷെ തുണി വിരിച്ചിടൽ കുറച്ച് പാടുള്ള കാര്യമാണ്. പാടെന്നല്ല എനിക്ക് ഭയങ്കര മടിയാണ് ട്ടോ തുണി വിരിച്ചിടലും തുണി എടുത്തിടലും. അതുകൊണ്ട് തന്നെ എണീറ്റ പാടെ ഞാൻ ബക്കറ്റും കൊണ്ടാണ് പോവുക അലക്കാൻ വേണ്ടിയിട്ട്. അലക്കലാണ് എൻ്റെ ഏറ്റവും മെയിൻ പണി ട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമില്ലാത്ത കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കുന്നത് അതാണ് ട്ടോ. അലക്കി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനമാണ് ട്ടോ. പിന്നെയാണ് ഞാൻ ബാക്കി പണികളൊക്കെ ചെയ്യാൻ പോയത്. അപ്പോൾ ഞാൻ മുറ്റത്ത് തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി പോവാണ്. തുണി വിരിച്ചിടൽ ഏറ്റവും വലിയ പാടാണ് ട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാ ഞാൻ വിരിച്ചിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഓരോന്നോരോന്നായി കുടഞ്ഞ് 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 എന്തൊരു കഷ്ടമാണല്ലേ തുണി വിരിച്ചിടൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തുണി വിരിച്ചിടുന്നതൊക്കെ ഇഷ്ടമില്ലാത്തതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട് ട്ടോ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും ആരും മറക്കരുത് ട്ടോ. ഞാൻ തുണി വിരിച്ചിടുന്നത് കണ്ടിട്ട് എനിക്ക് കൂട്ടായിട്ട് ലൂണ വന്നിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞാറ്റ ഊഞ്ഞാലിലും വന്നിരിക്കുന്നുണ്ട് ട്ടോ എന്നോട് ഓരോന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഗൈസ് എൻ്റെ തുണി വിരിച്ചിടലൊക്കെ കഴിഞ്ഞു ട്ടോ. ഇനി അകത്ത് കയറിയ പാടെ തേജസ്സിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അതാണ് മെയിൻ പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ ട്ടോ. തേജസ്സിന് ഇന്ന് ഉപ്പുമാവാണ് ട്ടോ നമുക്ക് വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ ഉപ്പുമാവ് തേജസ്സിന് വലിയ ഇഷ്ടമല്ല. ആദ്യമൊക്കെ തേജസ് എല്ലാ കടികളും രാവിലെ ഉണ്ടാക്കുന്ന കൂട്ടൊക്കെ കുറച്ചിച്ച് കഴിക്കുമായിരുന്നു ട്ടോ. ഇപ്പോൾ അവൻ അങ്ങനെ കഴിക്കാറില്ല. ചില സാധനങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ ട്ടോ. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും ഓരോന്ന് അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കലാണ് ട്ടോ പതിവ്. ഇന്നിപ്പോൾ രാവിലെ മുത്താരി കുറുക്കാണ് ഉണ്ടാക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാൻ നട്ട്സ് പൗഡറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ട്ടോ. അത് കുറുക്കുണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തേജസ്സിന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നല്ല തിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിച്ചോളും ട്ടോ. അപ്പോൾ ദാ ഞാൻ കുറുക്കുണ്ടാക്കാൻ വേണ്ടി തേജസ്സിനെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. തേജസ്സിനാണെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അവന് കൂടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. പിന്നെ ഞാൻ കുളിച്ച് വന്നതുകൊണ്ട് രാവിലെ എണീറ്റതിന് ശേഷം പിന്നെ അവനെ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ അവന് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ അവൻ എൻ്റെ ഒക്കത്തുനിന്ന് കുറച്ച് നേരം ഇറങ്ങാണ്ടൊക്കെ ഇരിക്കും ട്ടോ. പിന്നെ മക്കൾക്ക് എല്ലാവർക്കും അമ്മേനെ കാണുമ്പോൾ കുറച്ച് ഒക്കത്ത് കയറി ഇരിക്കൽ കൂടുതലാണല്ലോ. ആ ഒരു സ്വഭാവം തന്നെയാണ് ട്ടോ തേജസ്സിനും. അപ്പം അവൻ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും എടുക്കണം അങ്ങനെയൊക്കെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു വാശികളാണ്. പിന്നെ അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് ഇതാണ് ട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായി അങ്ങ് പോവല്ലേ. പിന്നെ നമുക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളും കൂടി ആയതുകൊണ്ട് തീരെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടുന്ന അത്രയും അവസരം നമ്മൾ മുതലാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ട്ടോ. ഇതാ ഞാൻ അതിന് ശേഷം തേജസ്സിന് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഉപ്പുമാവ് കഴിക്കാൻ ട്ടോ. ഉപ്പുമാവും നല്ല പപ്പടം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മടിയിൽ വെച്ചിട്ട് ഒരു വാരി കൊടുത്തപ്പോൾ ഒരു കഴിച്ചു ട്ടോ. പിന്നെ തേജസ് കഴിക്കുന്നില്ല. പിന്നെ അപ്പുറം അല്ലൂസ് എണീറ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ 9:30 കഴിഞ്ഞു ട്ടോ. ഇന്നിപ്പോൾ അല്ലൂസ് ഇത്തിരി നേരത്തെ എണീറ്റ് വന്നേ. അല്ലെങ്കിൽ അല്ലൂസ് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് എണീക്കാറ്. ഇന്നിപ്പോൾ ഇത്തിരി നേരത്തെ എണീറ്റു. ഇവൻ രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരു 10, 9 മണി 9 മണിയല്ല 10, 12 മണിയാവും അല്ലൂസ് കിടക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ചിട്ട് രാവിലെ എണീക്കാറുള്ളൂ. അതിന് പകരം തേജസ് ആണെങ്കിലോ നേരത്തെ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കും ട്ടോ. 8 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങുകയും ചെയ്യും. രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും എണീക്കുകയും ചെയ്യും. തേജസിൻ്റെ ഒരു ഇതാണ് അങ്ങനെ ട്ടോ. ചായ ഉപ്പുമാവൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പാടത്തിന് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അടുക്കളയിൽ. പിന്നെ അതൊക്കെ കഴുകി വെച്ച് അമ്മേനെ സഹായിച്ചു ട്ടോ. അതിനുശേഷം പിന്നെ ബെഡൊക്കെ വിരിച്ചിടാൻ വേണ്ടി അപ്പോഴാണ് ട്ടോ പോകുന്നത്. എന്താ വെച്ചാൽ ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടാണല്ലോ തേജസും കുഞ്ഞാറ്റയും എൻ്റെ കൂടെയാണ് ട്ടോ വീട്ടിൽ വരുമ്പോൾ കിടക്കാറ്. അവർ രണ്ടുപേരും എണീറ്റ് പോവാറ്. അതുവരെ തേജസും കുഞ്ഞാറ്റയും അവിടെ കളിച്ചിരിക്കുകയാണ് ട്ടോ ചെയ്യാറ്. അപ്പോൾ പുതപ്പൊന്നും മടക്കിയിടാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചൊക്കെ വന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് ട്ടോ പുതപ്പൊക്കെ മടക്കിയിടാറ്. വീട്ടിലാകുമ്പോൾ അവിടുന്ന് എണീറ്റ് പോകുമ്പോൾ കുഞ്ഞാവ തന്നെ അങ്ങ് മടക്കിയിടും. ഇവിടെ ആകുമ്പോൾ കുഞ്ഞാറ്റ എണീറ്റ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം ട്ടോ. പിന്നെ ഇതാ തേജസ് ഇതാ കളിക്കാൻ വേണ്ടി ഇറങ്ങി. കുഞ്ഞാറ്റൻ്റെ കുറേ കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ട്ടോ. ഇവരിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ കൊതിയാവും ട്ടോ. പണ്ട് നമ്മൾ കളിച്ചതാണ് എനിക്ക് ഓർമ്മ വരാറ് ട്ടോ. പണ്ട് എന്ത് രസമായിരുന്നു കളിക്കുന്നതൊക്കെ കാണാൻ. അതിനുശേഷം ഞാൻ കുറച്ച് അവരിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ വീടിൻ്റെ മുറ്റത്തുള്ള കുറച്ച് പഴയ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു ട്ടോ. അതിനുമാത്രം ചെടികളൊന്നുമില്ല. കുറച്ച് ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അതിന് മുമ്പേ തേജസ്സിനെ കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ട്ടോ.
അപ്പൊ തേജസ്വിത്തെ ഒരു വടി ഈർക്കിളി എടുത്ത് എൻ്റെ കൂടെ ഇങ്ങനെ കൂടിയിട്ടുണ്ട് കേട്ടോ. എവിടുന്നാ തക്കം കിട്ടുമ്പോ എന്നെ അടിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അവിടെ കുറച്ച് വെള്ളം വീണിട്ടുണ്ട് ട്ടോ. ആ വെള്ളത്തിൽ ഇങ്ങനെ കോലും കൊണ്ട് ഇങ്ങനെ ഈർക്കിളിയും കൊണ്ട് ഇങ്ങനെ തട്ടലാണ് ട്ടോ പരിപാടി. അപ്പൊ ദാ ഞാൻ ചെടിയൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. അപ്പം കുറേ ചെടികളുണ്ടായിരുന്നു ട്ടോ പണ്ട് നമ്മളെ വീട്ടില്. ഇപ്പൊ ഒരു ചെടിയും ഇല്ലാന്ന് പറയല്. ഇപ്പൊ ഈ കുറച്ച് കാണുന്ന ഒരു പച്ച 3, 4, 5 ചെടികൾ മാത്രമേ ഉള്ളൂ ട്ടോ. വേറെ ഒന്നും തന്നെ ഇല്ല. ആരും നോക്കാനുമില്ല. അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചെടികൾ ട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ നോക്കാറില്ല. ആദ്യം അമ്മയ്ക്കും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു. പിന്നെ എനിക്കും ഇഷ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെടി നടാൻ വേണ്ടി ഭയങ്കര ഉത്സാഹത്തോടെയായിരുന്നു ട്ടോ. ഇപ്പൊ അങ്ങനെ ചെയ്യാറേ ഇല്ല. ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഉള്ള ചെടികളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക അത്ര മാത്രമേ ഉള്ളൂ ട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. വീട്ടിൽ തന്നെയാണ്. അമ്മയും വീട്ടിലുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാണ്ട്. ഉച്ച കഴിഞ്ഞ് ഇനിയിപ്പോ തേജസ്വിനെ ഒന്ന് ഉറക്കണം. ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ട് തേജസ്വിനെ ഒന്ന് ഉറക്കണം. അത്രയാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. ഇതാ ഞാൻ ആ ചെടിയെടുത്ത സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വല്യമ്മയുണ്ട്. വല്യമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ വരും. അവരെ തൊട്ടടുത്ത് മക്കളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇരുന്നാലേ കുറച്ച് സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. വല്യമ്മയ്ക്ക് ഇതാണ് ഞാൻ ചെടിയൊക്കെ അറേഞ്ച് ചെയ്തത്. വലിയ രസമൊന്നുമില്ല. കാടൊക്കെ കയറിയിട്ടുണ്ട് സൈഡിൽ. കാടൊന്നും ഞാൻ പറിച്ചിട്ടൊന്ന് ഒതുക്കി പെറുക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ സീ യു.